ready. സാന്താക്ലോസിന്റെ പിച്ചിലായിരുന്നു പാടിയത്. അതെ, രേഷ്മയ്ക്ക് എല്ലാം ചേർന്നൊരു ഗംഭീര കൈരി. അടിപൊളി കേട്ടോ. ഓക്കെ കല്ലു. പിന്നെ എന്റെ അച്ഛൻ ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു. അതെ, ഇതൊക്കെയാണ് മാത്തുക്കുട്ടി പറഞ്ഞത്. എനിക്ക് അതിനു മുമ്പ് ഇവനൊന്ന് പരിചയപ്പെടണം. ധനുഷിനെ പോലെ ഇരിക്കുന്ന ഈ പുത്തൻ അത്താണിക്കാരന്റെ പേരെന്താണ്? അതുൽ. അതുൽ എന്താ എന്താ പഠിക്കുവാണോ? മൈക്കിൽ പറ. എന്ത് മൈക്ക് പിടിക്കും. ഈ പാടുന്ന ആൾക്കാർക്ക് സംസാരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ മൈക്ക് ദൂരെ പിടിക്കുന്ന ഇഷ്ടമല്ല. നീ കുറച്ച് അടുത്തോട്ട് പിടിച്ചിട്ടുണ്ടിനടുത്ത് അവിടെ നോക്കിട്ട് ഹലോ പറഞ്ഞു. ഹലോ കോൺഫിഡന്റ് ആയിട്ട് ഹലോ പറഞ്ഞു. ഹലോ ഹലോ ഒരു ഉഷാർ ഹലോ ഹലോടാ. ഹലോ എടാ അങ്ങനെ കട്ടായി പോണ ഹലോ അല്ല. ഹലോ ഹലോ. ഈ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് സംസാരിക്കൂലേ, അതുപോലെ നരേന്ദ്രമോദി സംസാരിക്കൂലേ, ഈ ഇവരൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് എന്ന് വിളിക്കൂലേ, എന്ന് പറയുന്ന പോലെ നീ ഹലോ എന്നു വിളിച്ചാൽ ഹലോ. എടാ ഹലോ അല്ല, ഹലോ. കറക്റ്റ്. എത്രയിലും പഠിക്കണേ നീ? ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. അടിപൊളി. അവനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് പാട്ട് ഓർമ്മ വന്നു. ഏത് പാട്ടാന്ന് അറിയാമോ? ഒടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചിൽ ബൈനടിമേളം. ഇപ്പൊ അവരൊരു ചമ്മലൊക്കെ വന്നിട്ടുണ്ട്. അത് നാണമൊക്കെ വന്നു. അതിൽ നിന്ന് നാണം. അപ്പൊ അതിലാണ് ആൻസർ. അതിലെ എന്താണ് ഇതിന്റെ ആൻസർ? വിരാട് കോഹ്ലിയാണോ? വിരാട് കോഹ്ലിയുടെ വീട്ടിൽ രണ്ട് സെലിബ്രിറ്റീസ് സംശയം ഉണ്ടല്ലോ, ചെറിയ സംശയം. ഇല്ല, വിരാട് കോഹ്ലിയുടെ വീട്ടിലുള്ള സെലിബ്രിറ്റീസിന്റെ പേരെന്തൊക്കെയാണ്? അനുഷ്ക റെഡ്ഡിയോ? അനുഷ്ക. അവളുടെ പേരെന്തായിരുന്നു? ഗേൾസിനെ ഞാൻ അധികം നോക്കാറില്ല. ഈ ആ പവൻ ഗോൾഡിന്റെ അകത്തല്ലാട്ടോ തങ്കം ഇരിക്കുന്നത്. ഞാൻ ഗേൾസിനെ നോക്കാറില്ല എന്ന് പറഞ്ഞ് ഇവനാണ് തനി തങ്കം. നീ സിഗ്മയാണോ? ഗേൾ ഫ്രണ്ട്സ് ഇല്ല? ഈ സിഗ്മയ്ക്ക് എല്ലാവരും ചേർന്ന് ഒരു കൈയടി കൊടുക്കാൻ. സിഗ്മ ബോയ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനെങ്ങാനും കല്യാണം കഴിക്കുന്നതിന് അന്ന് ചവിട്ടിക്കോണം. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. മലപ്പുറംകാരി ഇവന്റെ പേരും ഇവന്റെ മുഖം ഒന്ന് ഓർത്ത് വെച്ചോ. 10 വർഷത്തിന് ഇപ്പുറത്തേക്ക് ഒന്ന് ഓർത്ത് വെക്കണം. പെൺകുട്ടികളുടെ പിന്നാലെ പോകുന്നോ, ഇവൻ നിശ്ചയം കഴിക്കുന്നോ കല്യാണം കഴിക്കുന്നോ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്കോ അല്ലണ്ട. നമ്മളെ വിളിച്ചു പറഞ്ഞോ, നമ്മള് സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞോളാം, മാറ്റിച്ചോളാം. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇനി നീ അങ്ങോട്ട് ബ്രഹ്മചാരിയായിട്ട് തുടർന്നോളാം. അതെ, നിത്യ ബ്രഹ്മചാരിയും ശബരിമലയ്ക്കോ മാല ഇട്ടിട്ടുണ്ടോ? പിന്നെ എന്ത് ഈ 2 ആഴ്ച സീസണൽ ഭക്തി എന്താ പരിപാടി? ചെറിയ തടസ്സം എന്ന് പറയുമ്പോ നിന്റെ ഉള്ളിൽ എന്തൊരു വിഷമമുണ്ടല്ലോ. നിനക്ക് എന്തോ ഒരു ബ്രേക്കപ്പ് ഉണ്ടല്ലോ. ഞാൻ നയത്തി ചോദിച്ചോളാം. നീ ആരോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടാണ് പോടാന്ന് പറഞ്ഞത്? പറയാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? നീ ആ മുടിന്ന് വിട്ടേ. നീ അത് മുടിന്ന് വിട്ടേ. എന്താ സംഭവിച്ചത്? എന്ത് വിഷമമുണ്ട് നിനക്ക്? നല്ല വിഷമമുണ്ട്, മനസ്സിലായി. വർക്കിന്റെ അപ്പൊ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാം. എന്താണ് നിന്റെ നീ പ്രാർത്ഥിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് നിന്റെ? കച്ചവടം ഇതിന്റെ ബാക്കിൽ സനയ്ക്ക് കച്ചവടം ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഉടൻപണം എന്ന് പറയുന്ന ഷോ ചെയ്ത സമയത്ത് നമ്മൾ ബ്രണ്ണ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് സന എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ അടുത്ത് നമ്മള് സനയുടെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു പ്രസംഗത്തിൽ ചില നാട്ടിൽ അതിന് പ്രസംഗം എന്ന് പറയും, ചില നാട്ടിൽ അതിന് പ്രസംഗം എന്ന് പറയും, ചില നാട്ടിൽ അധിക പ്രസംഗം എന്ന് പറയും. അതെ, നീ അധിക പ്രസംഗം ഒന്നും വേണ്ട. മലപ്പുറം ജില്ലയെ കുറിച്ച് ഇവിടെ രാഷ്ട്രീയമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ പാർട്ടിക്കാരും കാണും ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം വേണ്ട. മലപ്പുറം ജില്ലയെ കുറിച്ച് ഒരു ചെറിയ പ്രസംഗം, 3 വാചകം. നീ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ടോ?
ചെറിയ മാറ്റം ചെറിയൊരു പ്രസംഗം. ശരി. അർഷദല്ലേ? അർഷദിന് എല്ലാവരും ചേർന്നൊരു ഗംഭീര കൈയ്യടി കൊടുത്തേ. അർഷദിന്റെ ഏറ്റവും ആദ്യത്തെ പൊതുപ്രസംഗമാണ് ഇനി പവൻ ഗോൾഡിന്റെ ഈ ഇനാഗുറേഷനോടനുബന്ധിച്ച് നടക്കാനായിട്ട് പോകുന്നത്. അതെ, ചിലപ്പോ ചെക്കന്റെ തലവരെ മാറിയാലോ? അതെ, അങ്ങനെ മാറി ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, വിളി പറ മലപ്പുറത്തിനെ കുറിച്ചിട്ട് 4 വാക്ക് പൊട്ടിക്ക്. പ്രിയമുള്ളവരെ എന്നൊക്കെ മലപ്പുറം ഞെട്ടിക്ക്. നീ ബിരിയാണി കൊടുക്ക്. നിന്റെ ആ ഒരു ചെറിയ ഇൻഹിബിഷൻ ഒക്കെ ഉണ്ട് മനസ്സിനുള്ളിൽ. ഞാൻ പ്രസംഗിച്ചു അതൊക്കെ മാറ്റിട്ട് നീ നന്നായിട്ട് അവിടെ പറഞ്ഞേ. അവിടെ നീ പെയ്ത ആൾക്കാരുടെ ഇടയിലേക്ക്. പ്രിയമുള്ളവരെ എന്നൊക്കെ പറ. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് എനിക്ക് ഇവിടെ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം പറ. മലപ്പുറം എന്റെ ജില്ലയെ കുറിച്ചാണ്. പറ. നിന്റെ മദ്രസയിൽ ആ പരിപാടി വരട്ടെ. ഇല്ല, കുഴപ്പമില്ല, നീ ഒന്ന് പറഞ്ഞോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ജില്ല മലപ്പുറമാണ്. ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ മലപ്പുറത്തുള്ളതെന്ന് എല്ലാവർക്കും അറിയും. പിന്നെ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ അവരെ സംഭാവന ചെയ്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ IMA ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ജില്ലയുടെ പേര് മലപ്പുറം. അത് പെരിന്തൽമണ്ണ എന്നാണ്. ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള ഇന്ത്യയിലെ സ്ഥലമാണ്, ഒരു നാടാണ്. IMA ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അതിൽ പെരിന്തൽമണ്ണ. ഓക്കെ, എന്തായാലും നിനക്കൊരു ഒരു കാര്യം ഞാൻ ചെയ്യാം. നീ ഉഷാറായിട്ട് നാളെ ഭാവി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ, നാളെ നാടറിയുന്ന ഒരു നേതാവാകട്ടെ. നേതാവ് നീ അവന് വേണ്ടിട്ട് 2 വരി ഒന്ന് പാടിക്കൊടുത്തേ. നേതാവ് നല്ല നേതാവ്, നല്ല രാജാവ്, എങ്ങും യോദ്ധാവ്, വാളെടുക്കണം, വലവിരിക്കണം. മതി. കല്ലു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ നമുക്ക് മാറി പോകാൻ പറ്റില്ല. നമുക്കൊരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ആദ്യത്തെ എന്റെ പേര് പാർത്ഥസാരഥി എന്നായിരുന്നു. അതിനുശേഷം എന്റെ പേര് മാറ്റിയിട്ട് മറ്റൊരു പേര് സ്വീകരിച്ച ആളാണ് ഞാൻ. എന്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അത് കൂടാതെ 40-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ ഒരുപാട് തമിഴ് സിനിമകളിൽ. ആരാണ് ഞാൻ? കമലഹാസൻ. പാർത്ഥസാരഥി എന്നായിരുന്നു എന്റെ ആദ്യത്തെ പേര്. എന്റെ ഇപ്പോഴത്തെ പേര്, ശരിക്കുള്ള പേര് കമൽഹാസൻ എന്നാണ്. എന്തായാലും നാളെയുടെ രാഷ്ട്രീയ ഭാവിയിലേക്ക് നമ്മൾ ഒരു പുതിയ പയ്യനെ കൂടി സംഭാവന ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഉദ്ഘാടനം ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. കയ്യടിക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ്? അടിപൊളി. താങ്ക് യു. കല്ലു, മാജിക് ഉണ്ടോ? വട്ടമാണ് കണ്ടിട്ട്. ഈ മാജിക് എങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാല് എനിക്ക് ഒറ്റ ഇത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ മലപ്പുറംകാര് നമ്മൾ വിളിച്ചു വരുത്തിയതാണെന്നുള്ള യാതൊരു ദയാദാക്ഷിണ്യം വയ്ക്കേണ്ട, ധൈര്യമായിട്ട് കൂടിക്കോ. ഓക്കെ, എന്തായാലും കലേശേട്ടൻ മാജിക്കിന്റെ മറുവാക്കില്ലാത്ത താരം. യെസ്, ഉറപ്പായിട്ടും. അപ്പൊ കലേശേട്ടൻ മാജിക്കിന് ശേഷം നമ്മുടെ മ്യൂസീഷ്യൻസിനൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് നമ്മളൊരു അടിച്ചുപൊളി പാട്ട് പാടുന്നു, തകർക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം അറിയോ, ഇന്ന് മൂപ്പരുടെ ആദ്യ രാത്രിയാണോ പാലൊക്കെ? ഒരു ഗ്ലാസ് പാല്. എടാ, മൂപ്പരുടെ ആദ്യ രാത്രി കഴിഞ്ഞിട്ട് എത്രയെങ്കിലും കാലമായി. ശരി. അപ്പൊ ഇതിലെന്തായിരുന്നു? അന്ന് പാളെ കിടന്ന് നീ മൂത്രയൊക്കെ മുള്ളുക, അറിയാമോ? മതി. ഓക്കെ കല്ലു, എന്തിനാണ് ഈ ഗ്ലാസ്? ഒരു ഗ്ലാസ് പാൽ. ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഇൻട്രോ എന്ന് പറയുന്നത്, ഈ മാജിക്കിന്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ കുറച്ച് പുറകിലോട്ട് പോകേണ്ടി വരും. ഭൂതകാലത്തിലേക്ക് മടങ്ങേണ്ടി വരും. കുട്ടിക്കാലത്തേക്ക് പോകേണ്ടി വരും. കുട്ടിക്കാലത്തൊക്കെ പറയുമ്പോൾ ഒരു 10-7 വർഷം മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ശേഷം. അതെ, കുട്ടിക്കാലത്തേക്ക് പോകും. അന്ന് എന്റെ നാട്ടില് ഈ കവർ പാലില് മിൽമ പാല് പോലെ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഇവിടെ മലനാട് പാല് കിട്ടുന്ന പോലെ, ഇവിടെ ഏത് പാലാ ഏറ്റവും പോപ്പുലർ? മിൽമ. അതെ, മിൽമ കിട്ടുന്നത് പോലെ എന്റെ നാട്ടിൽ പാല് കിട്ടൂലായിരുന്നു. ബാബുവേട്ടൻ സൈക്കിളിൽ പാല് വെച്ച് കെട്ടിക്കൊണ്ടുവരും. ആ പാലാണ് 1/2 ലിറ്റർ 1 ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ പത്രവും വരും. അപ്പൊ പത്രവും പാലും മേടിക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 9 മണിക്ക് സ്കൂളിൽ പോയാൽ 9 മണിക്ക് എണീറ്റാൽ മതി സ്കൂളിൽ പോകാം. 10 മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കുള്ളൂ. എന്നാലും അമ്മ 5 മണിയാകുമ്പോൾ വിളിച്ചോണം. കാരണം ഈ ബാബുവേട്ടനും പത്രക്കാരനും കെട്ടിയെടുക്കുന്ന 5 മണിക്ക്. എന്തിനാണ് അവർ ഇത്രയും വെളുപ്പാങ്കാലത്ത് വന്നത്? എനിക്കും വിഷമം തോന്നിയിട്ടുണ്ട്. അല്ലേ? മഴയത്തൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത്, പുതപ്പ് മൂടി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ അമ്മ ഒന്ന് അലറും, ഹലോ പോയി പാൽ മേടിച്ചുകൊണ്ടുപോകണം,
ചില ദിവസങ്ങളിൽ ഞാൻ പാലിന്റെ പാത്രം എടുക്കാം ഞാനും ഇഷ്ടം പോലെ മറന്നു പോയിട്ടുണ്ട്. അതാണ്. അപ്പൊ ചില ദിവസങ്ങളിൽ ഈ ഉറക്കപ്പിച്ചിന് പാലിന്റെ പാത്രം എടുക്കാൻ മറന്നു. അതെ. അന്ന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് വന്ന പത്രം എടുത്ത് 4 ആയിട്ട് മടക്കി അതിൽ പാലൊഴിച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുവായിരുന്നു. ഞാൻ പോകണ്ട. പേപ്പറിൽ ഒരിക്കലും പാലൊഴിക്കാൻ പറ്റൂല. സത്യം ഇല്ല, പേപ്പർ നനയും. ഗിബിയ ഇതൊന്ന് പിടിച്ച് മൈക്ക്. ഇന്നത്തെ പത്രം ഇന്നത്തെ പത്രത്തിന്റെ 4 ഷീറ്റ് നോക്ക്. ഒന്നാമത്തെ ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, 4-ാമത്തെ ഷീറ്റ്. ഈ 4 ഷീറ്റുള്ള ഒരു പത്രം ഞാൻ ഇങ്ങനെ മടക്കി ഇതിനുള്ളിലേക്കാണ് ഞാൻ പാലൊഴിക്കാൻ പോകുന്നത്. ഇത് മാത്തുക്കുട്ടി പറയും ഇത് ശരിക്കുള്ള പാലല്ല എന്ന് പറയും. അത് കുതിരും. അത് കുതിർന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ കീപ്പോട്ട് വരും. ഇവന്റെ അതേ വർത്താനം തന്നെയാണ് പാലുണ്ടെന്ന വാപ്പട്ട നിന്റെ ആരാ? എന്റെ ആരുമല്ല, പക്ഷെ അത് കുതിരും. ഇത് കോമൺ സെൻസാ. ഏട്ടനാണ് പോകുന്നത്. ഇത് കണ്ടോ, ഈ പാൽ ഇങ്ങനെ ചരിച്ചു പിടിക്കുമ്പോ ബാബോട്ട ഇവൻ പറഞ്ഞ അതേ ഡയലോഗ്. ഇത് കുതിരുന്നവരെ എങ്ങനെ നിൽക്കും, കുതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വീട് ചരിച്ചു പിടിക്കും എന്ന് പറയും. ചരിച്ചു പിടിച്ചാലൊന്നും പോകില്ല. വേണമെങ്കിൽ ഇത് വിട്ട് കാണിച്ചു തരാം. പോവില്ല. നോക്ക്, ഒന്നാമത്തെ ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, 4-ാമത്തെ ഷീറ്റ്. അതെ, ഇതില് വലിയ മാജിക് ഒന്നുമില്ല. ഇത് എനിക്കും ചെയ്യാവുന്ന മാജിക് ഉള്ളൂ. ഇതിന്റെ അകത്ത് ഏതാണ്ട് കവർ ഏതാണ്ട് വെച്ചിട്ടുണ്ട്. കവറോ ബലൂൺ ഏതാണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കാണ് പാൽ ഒഴിച്ചത്. അത് തിരിച്ചു പിടിക്കും. ഇതേ ഡയലോഗ് ബാബുവേട്ടനും പറയും. ഇത് തിരിച്ചു പിടിച്ച് കാണിക്കാൻ പറയും. ഇവിടെ മനോരമ എഴുതിയേക്കുന്ന തിരിച്ചു പിടിച്ച് ഈ മൂപ്പരെ തിരുവനന്തപുരം നിന്നാണ് വരുന്നത്. ആലപ്പുഴ വഴിയാണ് കയറി വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് സർവ്വ ചളിയും കെട്ടിയിട്ടുണ്ട്. അത് മലപ്പുറത്ത് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കൂവണം. കൂവിക്കോ. ഈ മലയാള മനോരമ തലയിരിഞ്ഞു വരണം. ഇങ്ങോട്ടേക്ക്. സിമ്പിൾ. സിം സിലാല സിം 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 ബംബം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, 4-ാമത്തെ ഷീറ്റ്. അതെ. പാലെവിടെ? പാല് ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം. അച്ഛന് ചായ ഇട്ട് കൊടുക്കാനുണ്ട്. എനിക്ക് അച്ഛന് നിങ്ങൾ എന്തിനാ പോയത്? രാവിലെ തന്നെ എന്തിനാ പോയത്? പാല് മേടിക്കാനും പത്രം എടുക്കാനും. പത്രം കയ്യിലുണ്ട്. അപ്പൊ പാലോ? ഞാൻ ഇവരോട് പറഞ്ഞാണ് ഞാൻ അമ്മയ്ക്ക് പാല് മേടിക്കാൻ. അമ്മയ്ക്ക് പാല് കൊണ്ട് പാല് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ 100% പറയാം മാജിക് പാളി എന്നുള്ളതാണ് അർത്ഥം. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മാജിക്കിലും ശരി. ഇപ്പൊ പ്രാവിനെ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രത്യക്ഷമാണല്ലോ. പാല് തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ പൊന്നു കല്ലു ഈ മാജിക് പാളി എന്നുള്ളതാണ് അതിനർത്ഥം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് അമ്മയ്ക്ക് പാല് കൊടുക്കാനുണ്ട്, അച്ഛൻ ചായ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അച്ഛൻ ഇല്ലേ പറഞ്ഞില്ലേ? പരിപാടി വർക്കല്ല. കൂവിക്കോ. മലപ്പുറം നല്ല പാല് പത്രം കുടിച്ച് പാല് കുടിച്ചോന്നല്ലേ? എനിക്ക് ഇനി വീട്ടിൽ പോകുന്നു അമ്മയ്ക്ക് ഗ്ലാസ്സിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കും. ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കയറി വന്നേ. അപ്പൊ നിങ്ങളൊക്കെ എന്തിനാ വിളിച്ചു വെക്കുന്നേ? നീ ഒന്ന് എനിക്ക് പാല് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞേ. അങ്ങനെയല്ല, കുറച്ചുകൂടി ഉറക്കം കയറി കേട്ട് കഴിഞ്ഞാൽ തോന്നണം എനിക്ക് പാല് വേണമെന്ന്. നീയാണോ കരയണ ആള്? വാ, അവൻ നന്നായിട്ട് കരയും. വാ. അടിപൊളി. എന്നാ നീ പിടിച്ചേ. എന്നിട്ട് നിനക്ക് പാല് വേണമെന്ന് പറഞ്ഞിട്ട് എടാ നീ ഇങ്ങനെ പന്തം കണ്ട പെരിഞ്ചാലിനെ പോലെ നിൽക്കാണ്ട് അങ്ങനെ നിൽക്കാണ്ട് നീ ഒന്ന് അലറിയേ, ചിരിക്കില്ലേ, അലറ്. ഇവന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇവന് പോരാ, കുറച്ചുകൂടി നമ്മള് ഹൈ നോട്ടിൽ കരയണം. എനിക്ക് പാല് വേണം. എന്തിനാ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ വിളിപ്പിക്കുന്നേ? മാധു, കരയുന്ന കൊച്ചിന് പാലുള്ളൂ എന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കൊച്ചു കല്ലു ഞാനൊരു പണി പറയാം. ഇവന്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ആ പാല് തിരിച്ചൊഴിച്ചു കഴിഞ്ഞാല് ഞാൻ കല്ലൂര് മറ്റേ ബിൽഡപ്പൊക്കെ തന്നവരി പറയും. സത്യമാണോ? ഞാൻ പറയും. എഞ്ചിനീയർ ദാസ് പറഞ്ഞാൽ ഞാൻ പറയും. അതെങ്ങനെയാണ് പറയുന്നത്? ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയും. ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കാര്യം, മലപ്പുറംകാർ അവരുടെ സ്നേഹം കൊണ്ട് കൂവില്ലായിരിക്കും, പക്ഷെ ഞാൻ കൂവും. ഒറ്റയ്ക്ക് മൈക്ക് പിടിച്ച് ഞാൻ കൂവും. ആണോ? ഉറപ്പാണേ? ഉറപ്പ്. നോക്കിക്കോ. സിം സിലേല സിം 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 ബംബം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാല് മുഴുവൻ ഇതിനകത്ത്. മാതുകുട്ടി വിളിച്ചോ. രഞ്ജിനി ഹരിദാസ് വിളിക്കുന്ന പോലെ വിളിച്ചോടാ. കുഴപ്പമില്ലാത്തൊരു മാജിക് ആയിരുന്നു. ഒരു കൈ അങ്ങനെയല്ലല്ലോ നീ പറഞ്ഞത്. അങ്ങനെയല്ല നല്ലൊരു മാജിക് ആയിരുന്നു. നല്ലൊരു കൈ അങ്ങനെയല്ല പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ആവേശം കേട്ടായിരുന്നു ഞങ്ങള്.
നേരത്തെ പറഞ്ഞ ആവേശം കേട്ടാണ് ആ ആവേശത്തിൽ പറഞ്ഞേ മാത്തുക്കുട്ടി. കുറച്ചുകൂടി നല്ല മാജിക്. അങ്ങനെയല്ല, കുറച്ചുകൂടി നല്ല മാജിക് എന്നൊന്നുമല്ല. നേരത്തെ പറഞ്ഞ അത്രയും ആവേശത്തിൽ കൈയടിക്കണം. എന്നാ ഇത് ചെയ്യണം. Put your hands together for the magician, Professor Ganesh Shivagare. നീ എന്തിനാ എന്റെ കൂടെ വന്നത്? അതെ, കഴിഞ്ഞോ? ഷോപ്പ് കഴിഞ്ഞോ? ടോക്ക് ഷോ കഴിഞ്ഞോ? എത്തുന്നത് അത് നമ്മളുടെ പ്രിയപ്പെട്ട കലേശന്റെ മാത്തുക്കുട്ടിയുടെയും കയ്യിൽ നിന്നും സ്വീകരിക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം കൈകൊണ്ടിരിക്കുകയാണ്. ഒരു കൈയടി കൊടുക്കാം. കൂടെ തന്നെ കലേശനും മാത്തുവും ചേർന്നുകൊണ്ട് ഈ സ്നേഹ സമ്മാനം കൂടി ശബ്ദ തയ്യലിന് വേണ്ടി കൊടുക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. കൈയടി നിങ്ങളുടെ സൈഡിൽ നിന്ന് എവരിബഡി പ്ലീസ് കൈയടി കൊടുക്കേ. മെരി ക്രിസ്മസ്. ഓക്കെ, നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം കലേശേട്ടാ. രണ്ട്. ഇനി നമുക്കുള്ളത് ഇതിനു ശേഷമുള്ളത് നമ്മുടെ ബമ്പർ സമ്മാനമാണ്. അതൊരു ഡയമണ്ട് റിംഗ് ആണ്. നമ്മുടെ ചെയിൻ സോങ്ങിന് ശേഷം ഇനി നമുക്കൊരു ചെയിൻ സോങ് ഉണ്ട്. ആ സോങ്ങിന് ശേഷം വന്നിട്ടും അബു സൈൻ കൊട്ടൂരുകാരനാണ്. അബു സൈഫിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടികൾക്ക്. അബു സൈഫ് കൈയടി വന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. മെരി ക്രിസ്മസ്. അവന്റെ ഒരു സ്നേഹ സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ്. ഒരു സൈഡിൽ നിങ്ങളുടെ സൈഡിൽ എല്ലാവരും ചേർന്നുകൊണ്ട് അതിന് വേണ്ടി കൊടുക്കാം. താങ്ക് യു. ഇനി നമുക്കൊരു ചെയിൻ സോങ് ആണ്.